ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനായ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷനിൽ എഴുതാൻ കഴിയുന്ന 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ്. 22,000 പുറത്ത് വാക്കൻസിയോടെ അതിൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 30-ാം തീയതി റിലീസ് ആവാൻ പോവുകയാണ്. 31 തൊട്ട് തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതൊക്കെ എലിജിബിലിറ്റിയിൽ വരുന്ന ഏതൊക്കെ ജോബ് പ്രൊഫൈലാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് ഓവർവ്യൂ ലുക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി 2026 ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്കാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ടീസ് റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ റിവൈസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ 2025. അപ്പോൾ 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും റിലീസായി. അതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ റിവൈസ്ഡ് ഡേറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ 31/1/2026 ജനുവരി 31 സ്റ്റാർട്ട് ആവും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ചിൽ അവസാനിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ വിളിച്ചിട്ടുള്ള വാക്കൻസി എന്ന് പറയുന്നത് 22,000 പ്ലസ് എന്നുള്ള രീതിയിലാണ്. ആ ഒരു വാക്കൻസി ടെൻറ്റേറ്റീവ് ആയിട്ട് വിളിച്ചിട്ടുള്ളത് 22,000 ആണ്. ഇത് കൂടാനുള്ള ചാൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് എന്ന് പറയുന്നത് 1/1/2026 എന്ന് പറയുന്ന ഒരു ബാറിലാണ് പറയുന്നത്. 18 to 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ ഏജിന്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു റിലാക്സേഷൻ തരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന 10ാം ക്ലാസ് യോഗ്യതയിലുള്ള എക്സാമിനേഷന് പോലും 18 to 33 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡാണ് പറയുന്നത്. ഇതിൽ SC/STക്ക് ആണെങ്കിൽ വീണ്ടും 5 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞൊരു പേര് അല്ലെങ്കിൽ ലെവൽ 1 കാറ്റഗറി എക്സാമിനേഷൻ എന്നുള്ള ഒരു കുറവ് മാത്രമേ അതിന് വരുന്നുള്ളൂ. അതിന്റെ ബേസിക് പേ വരുന്നത് 18,000 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാസം ഒരു ഇൻഹാൻസ് സാലറി ആയിട്ട് ഒരു 30,000 ഒക്കെ കിട്ടാനുള്ള നല്ല ചാൻസ് ഈ ഒരു എക്സാമിനേഷനുണ്ട്. പിന്നെ എന്താണ്, എല്ലാത്തിനും പുറമെ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉറപ്പ് വരുത്താവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് RRB ഗ്രൂപ്പ് ഡി ആണ്. 22,000 പുറത്ത് വാക്കൻസി വിളിച്ചിട്ടുള്ള 11 പോസ്റ്റുകളാണ്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4 അവർ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ RRB ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷനാണ്. ഒരൊറ്റ റിട്ടൺ എക്സാമിനേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് വരുന്നത്. 4 സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ആകെ ഒരൊറ്റ സ്റ്റേജ് മാത്രം നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ടുള്ളൂ. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സ്റ്റേജ്. അതിനകത്തുണ്ട് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ, DVയും മെഡിക്കലും ഒക്കെ ഓക്കെയാണ്. ഈ പറയുന്ന ഫിസിക്കലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനുമാണ് നമ്മുടെ ഫസ്റ്റ് ഒരു കടമ്പ എന്ന് പറയുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ബാക്കി ഏതൊരു എക്സാമിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ പോലും ഫിസിക്കൽ എഫിഷ്യൻസി ഇതിൽ ഏറ്റവും ഈസിയാണ്. ഈവൻ ഫീമെയിൽസിനായാലും മെയിൽസിനായാലും ഓക്കെ ആയിട്ടുള്ള ഒരു ഫിസിക്കലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ ഏജ് എലിജിബിലിറ്റി പറഞ്ഞു 18 to 33 വയസ്സാണ്. ജനുവരി 1 അവർ ക്രൂഷ്യൽ ഡേറ്റ് പറയുന്നത്. ഈ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 18 to 33 ഇടയിലായിരിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് 1.5 മണിക്കൂറിന്റെ സമയമാണ് മുന്നിലുള്ളത്. അതിൽ മാത്സ്, ജനറൽ സയൻസ്, റീസണിങ്, കറണ്ട് അഫേഴ്സ് ആൻഡ് GK എന്ന് പറഞ്ഞൊരു പോർഷനാണ് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് റീസണിങ് ആണ് 30 മാർക്കിന്. അത് കഴിഞ്ഞ് 25 മാർക്ക് വീതം മാത്സും നമ്മുടെ സയൻസും ആയിരിക്കും ചോദിക്കുന്നത്. മാത്സും സയൻസും 25 മാർക്ക് വീതം ചോദിക്കും. കറണ്ട് അഫേഴ്സിന് 20 മാർക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രത്യേകം ഈ പറയുന്ന പോലെ മാർക്ക് വാല്യുവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി 1.5 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. റീസണിങ് ആയാലും മാത്സ് ആയാലും ഈ പറയുന്ന പോലെ ജനറൽ സയൻസ് എല്ലാം നിങ്ങളുടെ 10th ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ആണെങ്കിലും നമുക്ക് റണ്ണിങ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ഇത്ര കിലോമീറ്റർ ആണ് നമുക്ക് റണ്ണിങ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലിഫ്റ്റ്, ഒരു ചാക്കെടുത്ത് നമുക്ക് അങ്ങോട്ട് ഓടുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ചാക്കെടുത്ത് നടക്കുക, റണ്ണിങ്ങുമാണ് നമുക്ക് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിസിക്കലും മെഡിക്കലിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്താലേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോ പോസ്റ്റുകളുണ്ട്. ഈ ഒരു 22,000 വാക്കൻസീസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിളിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളമാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടതെന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ പറയുന്ന പോലെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഈ പറയുന്ന 100 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ആണ് വരുന്നത് കേട്ടോ. മെഡിക്കലൊക്കെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്, കാരണം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ് ഗ്രൂപ്പ് ഡി. അതുകൊണ്ട് മെഡിക്കലൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് അതിന് വേണ്ടിയായിട്ട് പരിശ്രമിക്കണം. പിന്നെ വരുന്നത് കീ ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ ഗ്രൂപ്പ് ഡി എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു എലിജിബിലിറ്റി ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അല്ലേ, ഏജ് ക്രൈറ്റീരിയ എത്രയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമാണ് എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. 10th ക്വാളിഫിക്കേഷനാണ് IT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത് എക്സാം നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. പണ്ടൊക്കെയാണ് 10th IT ഒക്കെ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പം 10th ഉള്ള ബേസിലുള്ള ആൾക്കാർക്കും ഇതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സുകളാണ് ഈ ഒരു ക്രൈറ്റീരിയയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്, കാറ്റഗറി വൈസ് വാക്കൻസീസ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ട്രാഫിക് ഉണ്ട്, സപ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റോർ ആൻഡ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വളരെ വാക്കൻസീസ് ഇപ്പം വിളിക്കാറില്ല. നമുക്ക് മെയിനായിട്ട് ഈ ഒരു 5 സെഷനിലേക്കാണ് കൂടുതലും വാക്കൻസി വരുന്നത്. എഞ്ചിനീയറിംഗ് വാക്കൻസീസ്, അതുപോലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് ഈ നിങ്ങൾ കാണുന്നത്. ട്രാക്ക് മെയിൻ്റനർ, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് PV എന്നൊക്കെ പറയുന്ന എഞ്ചിനീയറിംഗ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫിസിക്കൽ വർക്ക്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് പുറത്ത് ഔട്ട്ഡോർ വർക്കായിരിക്കും ഏറ്റവും കൂടുതൽ, ഫീൽഡ് വർക്കായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അസിസ്റ്റന്റ് DRD, ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഓപ്പറേഷൻ, TL ആൻഡ് AC എന്നൊക്കെ പറയുന്നത് നമ്മുടെ ട്രെയിൻ ലൈറ്റിങ്, AC അങ്ങനത്തെ ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്ക്സും കാര്യങ്ങളുമായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞ് മെക്കാനിക്കൽ വർക്കാണെങ്കിൽ വർക്ക്ഷോപ്പ് ഡ്യൂട്ടികളും ഈ ലോക്കോ ഷെഡ് നമ്മുടെ വണ്ടിയുടെ വെഹിക്കിളിൻ്റെ ഡീസൽ എൻജിൻസിൻ്റെ കാര്യങ്ങളും കാരേജ് വാഗൺസ് ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ മെയിൻ്റെനൻസും റിപ്പയറിങ്ങുമാണ് അതിനകത്ത് വരുന്നത്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ റോളാണ്. അതിലെല്ലാം വരുന്നത് സിഗ്നലും ടെലികമ്മ്യൂണിക്കേഷനും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കുറേയൊക്കെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിട്ടാണ് വരുന്നത്, ഇൻഡോർ വർക്കായിട്ടായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ള സ്റ്റാൻഡേർഡ് എല്ലാം മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ പറയുന്ന ട്രാഫിക്. പോയിന്റ്സ്മാൻ B എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്, ഈ വിളിക്കുന്നതിൽ ഏറ്റവും നല്ല പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത് A2 സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് ഏതിൽ വരുന്നത്, ഈ പറയുന്ന ട്രാഫിക് പോയിന്റ്സ്മാൻ Bയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ RRB ഗ്രൂപ്പ് D എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒരൊറ്റ സ്റ്റേജ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 2025 എക്സാമിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു RRB ഗ്രൂപ്പ് D പഠിക്കാനായിട്ട് നല്ലൊരു സമയം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം 2027 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് ലൈൻ വച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ പഠിക്കാനുള്ള ഒരു പുതിയ കോഴ്സ് നമ്മുടെ RRB ഗ്രൂപ്പ് D വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മുടെ ദിശ അക്കാഡമി നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2026 എക്സാമിനെ ബേസ് ചെയ്ത് 2026 നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അവരെന്ത് ചെയ്യുന്നത്, ക്ലാസ്സും എല്ലാം അവരെടുത്തു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അവയർനെസ്സും ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. RRB ഗ്രൂപ്പ് Dയുടെ പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ദിശയുടെ ഒപ്പം ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ പോസ്റ്റ് വൈസ് നമ്മുടെ ജോബ് പ്രൊഫൈൽ നമുക്ക് ഏതിലോട്ടാണ് എൻ്റർ ചെയ്യാൻ ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ RRB ഗ്രൂപ്പ് Dയുടെ ഈ പറയുന്ന 22,000 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് പോസ്റ്റ് വൈസ് വാക്കൻസി ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ്, ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ട്രെൻഡ് ബേസ് ചെയ്ത് എപ്പോഴും കൂടുതൽ വാക്കൻസീസ്, ഹയസ്റ്റ് വാക്കൻസി വിളിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അത് കാരണം എന്താണ്, കുറച്ചും കൂടെ ഫീൽഡ് വർക്കാണ്. നിങ്ങൾക്ക് പുറത്തൊക്കെ വെയിലെത്തും ഈ ഒരു രീതിയിൽ
ജോലിയിലൊക്കെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ജോലിയാണ് ട്രാക്ക് മെയിൻ്റനൻസ് ആണ്. അതായത് നമ്മുടെ ട്രാക്കുകളുണ്ടല്ലോ, റെയിൽവേ ട്രാക്സിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളുമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഹയസ്റ്റ് വാക്കൻസി എപ്പോഴും വിളിക്കുന്നത് ട്രാക്ക് മെയിൻ്റനർ ആണ്. പിന്നെ വരുന്നത് പോയിന്റ്സ്മാൻ ബിക്കും അത്യാവശ്യം ആളുകൾ, കാരണം നല്ലൊരു വാക്കൻസി ആയതുകൊണ്ട് നല്ലൊരു ജോബ് പ്രൊഫൈലിംഗ് ആയതുകൊണ്ട് തന്നെ അതിലേക്കും അത്യാവശ്യം വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനും കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന പോലെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മെക്കാനിക്കലിലേക്കുമാണ് പിന്നെ വരുന്നത്. ഏറ്റവും കുറവ് വാക്കൻസി വരുന്നത് നമ്മുടെ അതർ അസിസ്റ്റന്റ് പോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡിലേക്കാണ് കുറച്ചെങ്കിലും വാക്കൻസി കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ട് വാക്കൻസീസ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോബ് പ്രൊഫൈൽ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ വാക്കൻസി അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഓരോ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ലെസ് ഫിസിക്കൽ വർക്ക്, അത്ര അത്യാവശ്യം എനിക്ക് ഫിസിക്കലി വർക്ക് ചെയ്യാനൊന്നും വയ്യ, അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വയ്യെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിട്ടുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പറയുന്ന നമുക്ക് കുറച്ചും കൂടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കാലിറ്റിയും സ്റ്റെബിലിറ്റി അങ്ങനത്തെ IT ഒക്കെ പഠിച്ചിട്ടുള്ള കുറച്ചും കൂടെ ടെക്നിക്കൽ വർക്ക്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രൊമോഷനും അതോറിറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രാഫിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഹൈ വാക്കൻസി ചാൻസ്, ഏറ്റവും കൂടുതൽ വാക്കൻസി ബേസ് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വാക്കൻസിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റുകൾ സെലക്ട് ചെയ്യാം. വർക്ക്ഷോപ്പ് എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഫീൽഡ് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഏറ്റവും പ്രിഫറൻസ് എന്തിലാണോ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത് കേട്ടോ. അപ്പോൾ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് എൻട്രി ലെവലായിട്ടാണ് നിങ്ങൾ കയറുന്നത്. നിങ്ങൾ ഗ്രൂപ്പ് ഡി പോസ്റ്റിൽ കയറിയാലും 3 വർഷത്തിനകം വെച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ഒരു പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ വരും. നിങ്ങളുടെ വർക്കിംഗ് ഒരു നേച്ചറൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ പെർഫോമൻസിൻ്റെ റിവ്യൂ ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർവൈസറി റോളിലേക്ക്, ഒരു ഹെഡ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ലോങ് ടേം ബെനിഫിറ്റ്സ് എന്താണ്, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ എൻ്റെ ലോങ് ടേം ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ജോബാണ്. എന്തിനൊക്കെ പുറമെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വലിയ കാര്യം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. വിത്ത് എന്താണ്, പെൻഷൻ ഉണ്ട്, മെഡിക്കൽ കവറേജ് ഉണ്ട്, അതുപോലെ ഹൗസിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, ട്രാവൽ കൺസെഷൻസും ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു താഴെക്കടയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. വർക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ്, നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഒരു ജോലിയുടെ നേച്ചറും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു റിസ്കി ആയിട്ടുള്ള ജോലിയാണെന്നൊക്കെ കൃത്യമായി അവെയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് ടേം ബെനിഫിറ്റ്സ് ഇതാണ്. എൻട്രി ലെവലിൽ ഈ ഒരു സാലറി ആണെങ്കിൽ പോലും അത് എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ സാലറിയും അലവൻസും OVO ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 18,000 നമുക്ക് ബേസിക് സാലറി പാക്കേജ് അവർ തന്നെ പറയുന്നത്. 7th CPC ലെവലാണ് ഈ പറയുന്ന ലെവൽ 1 കാൻഡിഡേറ്റ്സിന് കിട്ടുന്നത്. അപ്പോൾ കോംപ്രഹെൻസീവ് അലവൻസുകളുണ്ട് എങ്കിൽ പോലും 18,000 കഴിഞ്ഞ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് എല്ലാ അലവൻസും കൂടെ ചേർത്ത് വരുന്നത് ഓരോ സിറ്റി കാറ്റഗറി അനുസരിച്ച് മാറും. നമ്മൾ ഓരോ സിറ്റി സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിലെ ആ ഒരു സർവീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സാലറിയുടെ ഡിഫറൻസ് ഉണ്ടാവും. 22,000 ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻ ഹാൻഡ് സാലറി ഈ പറയുന്ന അലവൻസ് ഒക്കെ ചേർന്ന് വരുമ്പോൾ കിട്ടും. 22,000 തൊട്ട് ഒരു 30,000 വരെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ആനുവൽ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റ്സും ഇൻക്ലൂഡ് ചെയ്ത് ഒരു 3 to 5 ലക്ഷം രൂപ വരെയൊക്കെ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോംപ്രഹെൻസീവ് അലവൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ അലവൻസുകളാണ് ഡിയർനെസ് അലവൻസ്. അതിന് നല്ല ശതമാനമാണ് ഇപ്പോൾ കൂട്ടി വരുന്നത്. ഹൗസ് റെന്റ് അലവൻസുകളുണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, ഓവർ ടൈം ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അലവൻസ് ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടിക്ക് പ്രത്യേകം അലവൻസ് ഉണ്ട്, മെഡിക്കൽ ആൻഡ് പെൻഷൻ ബെനിഫിറ്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു ജോലി മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഗ്രൂപ്പ് ഡി ആണ്, ചെറിയ എക്സാം ആണ്, അല്ലെങ്കിൽ ചെറിയ പോസ്റ്റ് ആണെന്നൊന്നും നമ്മൾ കരുതാണ്ട് അതിനു വേണ്ടിയായിട്ട് ഒരു ജോലിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ അതിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ.
ബാക്കിയെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ജോബ് പ്രൊഫൈൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് ഈ പറയുന്ന പോലെ വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിലാണ് കൂടുതൽ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോർ റെസ്പോൺസിബിലിറ്റി ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 എന്ന് പറയുന്ന പോസ്റ്റാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് റിപ്പയർ റെയിൽവേ ട്രാക്കുകളുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും അതിനെ മെയിൻ്റനൻസും ഒക്കെ പ്രോപ്പർലി എൻഷുർ ചെയ്യുക, അതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അതുപോലെ മോണിറ്റർ ചെയ്യും ട്രാക്കിൻ്റെ കണ്ടീഷൻസും, എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഉണ്ടോ, എന്തെങ്കിലും എവിടെയെങ്കിലും റെയിലിന് എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പൊട്ടൻഷ്യലായിട്ട് എന്തെങ്കിലും ഹസാർഡ്സ് ഫേസ് ചെയ്യും എന്നുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോണിറ്റർ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് അവരുടെ ജോലി. അതുപോലെ അതിൻ്റെ ബ്രേക്ക് ഡൗൺസും ഡിഫക്ട്സും എല്ലാം കൃത്യമായിട്ട് പ്രിവെൻറ്റ് ചെയ്യുക, ഡിസ്റപ്ഷൻസ് എല്ലാം മാറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ റെഗുലർ ഇൻസ്പെക്ഷൻസും ക്വാളിറ്റി ചെക്സും, ഇത്രയും കിടക്കുന്ന റെയിലിൻ്റെ എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതെല്ലാം അവരുടെ കയ്യിലാണ്. അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ. ആ പ്രോപ്പറായിട്ടുള്ള റെയിൽ ലൈൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, ആ ട്രെയിനിൻ്റെ ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ആവണമെങ്കിൽ ഈ ഒരു റോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റോളിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് വരുന്നതാണ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഡ്യൂട്ടി. ഇതിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. കാരണം അതിനൊരു പ്രത്യേകം എന്താണ് പറയുന്നത്, ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ സുഖമായിട്ടുള്ളൊരു ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം. ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. നമുക്ക് ഈ പറയുന്ന പച്ച ചുവന്ന കൊടിയൊക്കെ കാണിക്കുക, ട്രെയിനിൻ്റെ ആ മൂവ്മെൻറ്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. ഓപ്പറേറ്റ് റെയിൽവേ പോയിന്റ്സ്, സ്വിച്ചസ് ടു ഡയറക്റ്റ് ട്രെയിൻ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് കൺട്രോളൊക്കെ ആരുടെ കയ്യിലാണ്, പോയിന്റ്സ്മാൻ്റെ കയ്യിലാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ്സ്മാൻ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് A2 ആണ്. ഇത്രയും എക്സാമിനേഷന് ഒരു 11ഓളം കാറ്റഗറി പോസ്റ്റുകളുണ്ട്. അതിൽ ഒരൊറ്റ പോസ്റ്റിനാണ് A2 സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത്. അതായത് കണ്ണാടി വയ്ക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. കാരണം അവരുടെ വിഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. 6/9 ആണ് അവരുടെ വിഷൻ സ്റ്റാൻഡേർഡ് പറയുന്നത്. ആ ഒരു വിഷൻ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വിത്തൗട്ട് ഗ്ലാസസ് 6/9 ആയിരിക്കണം, ആ ഒരു കാര്യമാണ്. അപ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയിന്റ്സ്മാൻ വരുന്നത്. റെയിൽവേ പോയിന്റ്സ് സ്വിച്ച് ചെയ്യാനും ഡയറക്റ്റ് ട്രെയിൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇത് ചെയ്യാനാണ് വേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അലേർട്ട്നെസ് ഉള്ള ഒരു ജോലിയാണ്. കാരണം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. അലേർട്ട്നെസ് വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം, ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കണം, ആ ഒരു പ്രഷറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡിൻ്റെ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരു കൺട്രോൾ ട്രാക്ക് ചേഞ്ചസ്, പ്രിവെൻറ്റിങ് ആക്സിഡൻസ്, എൻഷുറിങ് ടൈംലി സേഫ് റൂട്ടിങ് ഓഫ് ട്രെയിൻസ്. ട്രെയിനൊക്കെ കൃത്യസമയത്തൊക്കെ പോകുന്നതെന്നൊക്കെ എൻഷുർ ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതൊക്കെ ആരാണ്, ഈ പറയുന്ന ഒരു സേഫ്റ്റി ഇമ്പാക്റ്റ് ആരുടെ കയ്യിലുണ്ട്, പോയിന്റ്സ്മാൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. അതൊരു റിസ്കി ആയിട്ടുള്ള ജോലിയല്ല, എങ്കിൽ പോലും നമുക്കൊരു പ്രഷറിൽ വർക്ക് ചെയ്യേണ്ട ഫീലുണ്ട്. ട്രെയിനിൻ്റെയൊക്കെ കൺട്രോൾ നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതെല്ലാം നമ്മുടെ 10th ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് ലോവർ ഗ്രേഡ് പോസ്റ്റുകളാണ്. ഇതിനൊക്കെ സീനിയർ ആയിട്ട് ഒരാളുണ്ടായിരിക്കും, ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും എന്താണ് ഈ പറയുന്ന ഗ്രേഡഡ് പോസ്റ്റുകൾ ഇതിനേക്കാളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതും ഓക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ്, ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഒരു വർക്കല്ല, ലെസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്. മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ് റെയിൽവേ സിഗ്നലിംഗ് സിസ്റ്റംസ് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഇവരുടെ റോൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സിഗ്നൽ എക്യുപ്മെന്റ്, ട്രബിൾ ഷൂട്ടോ, എന്തെങ്കിലും ടെലികോം കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസോ, ഒരു സിഗ്നലിംഗ് ഒക്കെ പ്രോപ്പർ ആണോ, ഇതെല്ലാം അവരെന്ത് ചെയ്യും, നോക്കിക്കോളും. അപ്പോൾ ഇതിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കിൽസ് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഇത് വേണം. ഒരുപാട് അറ്റൻഷൻ ഉണ്ടായിരിക്കണം, ഈ ഒരു ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. സേഫ്റ്റി ചെക്ക് റോൾസ് ആണ്, ഇതും എന്താണ് ഒരു ക്രിട്ടിക്കൽ റോളാണ്. നമുക്ക് ആക്സിഡൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാം, ട്രെയിനുകൾ തമ്മിൽ സമയത്ത് വരുന്നതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കിയാൽ മാത്രമേ അവിടെ എന്ത് വരത്തുള്ളൂ, കൃത്യമായിട്ടുള്ള ഒരു സിഗ്നലിംഗ് ഉണ്ടെങ്കിൽ അവിടെ ആക്സിഡൻസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലിയാണ് ഇതിൽ വരുന്നത്, അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. പിന്നെ വരുന്നതെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, നമ്മുടെ വർക്ക്ഷോപ്പ് ഡ്യൂട്ടീസ്, അതുപോലെ ഓരോ നമ്മുടെ ട്രെയിനിൻ്റെ ഓരോ പാർട്സിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു കംപ്ലീറ്റ് ഓൺ ഹാൻഡ് ഓൺ ടെക്നിക്കൽ സപ്പോർട്ട് പൊസിഷൻസ് ആണ്. ഇവരെല്ലാം വരുന്നത് അസിസ്റ്റന്റ് റോൾസിലാണ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. പ്രധാനമായിട്ടും
കൂടുതൽ വാക്കൻസിയോട് വിളിക്കുന്ന നമ്മുടെ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ കോച്ചും വേഗനും ഒക്കെ അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ്, റിപ്പയറിങ്, പീരിയോഡിക് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഒക്കെ, പാസഞ്ചേഴ്സ് ഒക്കെ കംഫർട്ടബിൾ ആണോ, അവർ സേഫ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന റോൾസ് ആണ് കാരേജ് ആൻഡ് വേഗൻസ് എന്ന് പറയുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് ലോക്കോ ഷെഡ് നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ലോക്കോ ഷെഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്ന, ലോക്കോമാറ്റിക് മെയിൻ്റെനൻസ് നടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഡീസൽ, ഇലക്ട്രിക്കൽ എഞ്ചിൻസ് അതിൻ്റെയൊക്കെ ഓപ്പറേഷൻ കറക്റ്റ് ആണോ, കൃത്യമായിട്ടാണോ ട്രെയിനിന്റെ ഓരോ കമ്പോണൻസും വർക്ക് ചെയ്യുന്നത്, അതിന്റെ എഞ്ചിൻ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് എന്ന് പറയുന്നത്. പിന്നെ അതർ ഓപ്പറേഷൻസ് കുറേ ഉണ്ട്. നമുക്കറിയാലോ, ഈ പറയുന്ന സപ്ലൈ സിസ്റ്റത്തിന്റെ കാര്യം, ട്രെയിനിന്റെ ലൈറ്റിങ്ങിന്റെ കാര്യം, AC-യുടെ കാര്യം, ഓരോ സിസ്റ്റത്തിന്റെ കൃത്യമായി ട്രാക്ക് മെയിൻ്റെനൻസിന്റെ കാര്യം, അങ്ങനെ ഓരോ ഫംഗ്ഷൻസും പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു റോളാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ വർക്ക്സും പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ട്രാഫിക് റോൾസുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിഫറൻസ് മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് B1 സ്റ്റാൻഡേർഡ് ആണോ, A2 സ്റ്റാൻഡേർഡ് ആണോ, ഏത് സ്റ്റാൻഡേർഡിലാണോ നമ്മുടെ മെഡിക്കൽ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആകെ കടക്കാനുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കലൊക്കെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളും പിന്നെ അതിന് വേണ്ടിയായിട്ട് ബില്ല് ചെയ്യാനുള്ള ഒരു മനസ്സ്, നമുക്ക് അതിന് വേണ്ടിയായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടണം എന്നുള്ളൊരു കാര്യമാണ്. RRB ഗ്രൂപ്പ് D പോലൊരു എക്സാം നല്ലൊരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഈ പറയുന്ന 31 എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലൈവ് ആവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യുക. ഈ ഒരു ഡീറ്റെയിലും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണോ നിങ്ങൾക്ക് പ്രിഫർ ആയിട്ട് വേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ ഒരു സിംഗിൾ ടയർ എക്സാമിനേഷനിലൂടെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ, അതായത് റെയിൽവേയിൽ തന്നെ ഒരു ജോലി നേടാനുള്ള ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാണ്ട് തന്നെ അതിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യുക. ഡോക്യുമെന്റ്സ് തുടങ്ങിയിട്ടുള്ള ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതും മനസ്സിലാക്കി ഡോക്യുമെന്റ്സും എല്ലാം കൃത്യമായിട്ട് റെഡി ആക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ചാടിക്കേറി അപ്ലൈ ചെയ്യേണ്ട. സമയമുണ്ട്, മാർച്ച് 3 വരെയുള്ളൊരു സമയമുണ്ട്. അതിനുള്ളിൽ എന്ത് ചെയ്യുക, എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.